നബിദിനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ല. എന്നാണ് ജുമുഅ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം വെള്ളിയാഴ്ച ളുഹറിന്റെ സമയത്താണ് ജുമുഅ. എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലെ ഒറ്റയിട്ട രാവുകളിലാണ് എന്ന് പറയാം. എന്നാണ് അറഫ എന്ന് ചോദിച്ചാൽ ദുൽഹിജ്ജ 9-നാണ് എന്ന് നമുക്ക് പറയാം. എന്നാണ് ആശുറ എന്ന് ചോദിച്ചാലും എന്താണ് തസുഅ എന്ന് ചോദിച്ചാലും നമുക്ക് മറുപടി പറയാം. കാരണം ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരു കാര്യമാണ്. എന്നാൽ നബിദിനം എന്ന ഒരു കാര്യം അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ആണെങ്കിലോ അതിൽ ചരിത്രത്തിൽ വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ദുൽഹിജ്ജ റബീഉൽ അവ്വൽ മാസമാണെന്ന് പറഞ്ഞവരുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ 9-ആണ്, 10-ആണ്, 11-ആണ്, 12-ആണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. നബിദിനം എന്ന ഒരു വസ്തുതക്ക് ഇസ്ലാമിൽ പ്രത്യേകിച്ച് സ്ഥാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് എന്നാണ് എന്നതിന് ഒരു പ്രസക്തിയും ഈ മതത്തിലില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു ദിവസത്തിന് ഒരു പ്രാധാന്യം നൽകിയ ഒരു ആചാരം പഠിപ്പിച്ചിട്ടില്ല. വെള്ളിയാഴ്ച എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാലോ, ദുൽഹിജ്ജ 10-ന് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാലോ, അതേപോലെ തന്നെ ലൈലത്തുൽ ഖദർ എന്തൊക്കെ ചെയ്യണമെന്ന് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞതുപോലെ റബീഉൽ അവ്വൽ മാസത്തിലോ റബീഉൽ അവ്വൽ 12-നോ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ദിവസം ഇസ്ലാമിലില്ല, അങ്ങനെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഇസ്ലാമിലില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാനപരമായി തിരിച്ചറിയേണ്ട വസ്തുത, ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ഒരു സമയത്തിന് ഒരു സന്ദർഭത്തിന് മതത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന് വിശുദ്ധ ഖുർആനിന്റെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയോ പിൻബലം ആവശ്യമാണ്. അങ്ങനെ ഇല്ലാതെ മതത്തിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ പാടില്ല. അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും പുതിയത് വല്ലതും കൂട്ടിച്ചേർത്താൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്നാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, മൻ അമില അമലൻ, ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ, ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചല്ല ഈ പറയുന്നത്. ഈ പുതുതായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് പുതിയ വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടാണ്. ആ അല്ലാഹുവിന്റെ ദീനിൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൂതൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്ന നബിദിനാഘോഷത്തിനോ അതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന പുണ്യങ്ങൾക്കോ അള്ളാഹുവിന്റെ ദീനിൽ പ്രമാണങ്ങളില്ല, ഒരു തെളിവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.